നമസ്കാരം. +2 പാസ്സായവർക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ചെയ്യാൻ അവസരം. ധാരാളം വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എക്സാമിനേഷൻ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ അവൈലബിൾ ആണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, മലപ്പുറം എന്നീ ജില്ലകളിൽ എക്സാമിനേഷൻ സെൻറ്റർ അവൈലബിൾ ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഫീമെയിൽസിന് ഫീ പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല. അത് SC/STക്കും വരുന്നില്ല. ജനറൽ കാറ്റഗറിക്ക് 100 രൂപയാണ്. നമുക്ക് നോട്ടിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതിലൊന്ന് പോസ്റ്റ് കോഡ് WR14026 ആണ്. പോസ്റ്റ് നെയിം ലാബോറട്ടറി അറ്റൻഡൻറ്റ് തസ്തികയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് മിനിമം ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെ ഏജ് റിലാക്സ് ലഭിക്കുന്നതാണ്. ഫീമെയിൽ, മെയിൽ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെവൽ ഓഫ് പേ 1 ആണ്. 18,000 രൂപ മുതൽ 56,900 രൂപ വരെ ലഭിക്കുക. മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ധാരാളം അലവൻസുകൾ ചേർന്ന് വളരെ മികച്ചൊരു സാലറി നമുക്ക് ഇവിടുന്ന് ലഭിക്കുക. നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് നോക്കാം. അടുത്ത പോസ്റ്റ് ലാബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. പോസ്റ്റ് കോഡ് ER13426 വരുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ 12ാം ക്ലാസ് ആണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. OBC 3 വർഷത്തെയും SC/ST കാൻഡിഡേറ്റിന് 5 വർഷം ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഫീമെയിൽ, മെയിൽ, ട്രാൻസ്ജെൻഡർ തുടങ്ങി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലെവൽ ഓഫ് പേ 3 ആണ്. 21,700 രൂപ മുതൽ 69,100 രൂപ വരെ ലഭിക്കുക. കൂടാതെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മറ്റ് അലവൻസും ചേർന്ന് വളരെ ധാരാളം ശമ്പളം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനിൽ നടക്കാം. അടുത്ത പോസ്റ്റ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. പോസ്റ്റ് കോഡ് വന്നിട്ട് MB1032 വന്നിരിക്കുന്നത്. ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 ആണ് പറഞ്ഞിരിക്കുന്നത്. +2. ഓക്കെ. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ. മുന്നത്തെ പോസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഫീമെയിൽ, മെയിൽ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിൽ വന്ന സാലറി ലെവലും പേ 3 ആണ്. 21,700 രൂപ മുതൽ 69,100 രൂപ വരും. സാധാരണ കിട്ടുന്ന പോലെ സെൻട്രൽ ഗവൺമെൻറ് അലവൻസ് കിട്ടും. വളരെ ഉയർന്ന സാലറി ലഭിക്കുക. ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ. ഇത് SSC ഫേസ് 14 നോട്ടിഫിക്കേഷന് കീഴിൽ വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അപേക്ഷ സമയത്തുള്ള അവസാന തീയതി 4 മെയ് ആണ്. അപ്പം ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് +2 പാസ്സായിട്ടുള്ള എല്ലാ യോഗ്യത വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് നോട്ടിഫിക്കേഷൻ ഡെയിലി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കൂടാതെ ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ അറിയിക്കുക. ഈ നോട്ടിഫിക്കേഷനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. താങ്ക്